സംസ്ഥാനത്ത് മഴ കനത്തതിനൊപ്പം കടലാക്രമണവും രൂക്ഷമായി തുടരുകയാണ്. ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനുമൊക്കെ സാധ്യതയുള്ളതിനാൽ തീരദേശത്ത് ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം പല ദിവസങ്ങളിലായി ഇപ്പോൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഉള്ളത് ശംഖുമുഖം കണ്ണാന്തുറ ഭാഗത്താണ്. ഇവിടുത്തെ സ്ഥിതി വളരെ ഗൗരവമേറിയതാണ്. കാരണം കടലിപ്പോൾ ഏറെക്കുറെ തീരം എടുത്തിരിക്കുന്നു എന്നത് തന്നെ വേണം പറയാൻ. 2ഓളം വീടുകൾക്ക് കേടുപാടുകൾ അടക്കം സംഭവിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഈ പ്രദേശവാസികളെല്ലാം ഈ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും കടക്കേണ്ട സ്ഥിതിയാണ്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇവിടെ കൃത്യമായ സംവിധാനങ്ങൾ ഈ കടലാക്രമണം ഉണ്ടാകുമ്പോൾ, കടൽക്ഷോഭം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അമ്മ നേരത്തെ ഈ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് അന്തി ഉറങ്ങാൻ പോലും ഒരു സമാധാനം ഇല്ല. എന്തെങ്കിലും കഴിക്കാൻ പോലും ഒരു സമാധാനം ഇല്ലാതെ ഇന്ന് വരെയും ജീവിക്കുകയാണ്. കൊച്ചു പിള്ളേരെയൊക്കെ നമ്മൾ എവിടെ കൊണ്ടുപോയി കിടത്തും? പിന്നെ മരിക്കട്ടെന്ന് പറഞ്ഞാണ് അങ്ങനെ ഗവൺമെൻറ്റും നമുക്ക് ഒരിതും ചെയ്തു തരുന്നില്ല. പറഞ്ഞ് നമ്മളെ അന്തം വിട്ടു മോളെ. അവർ പറഞ്ഞു 1000 രൂപയും ഇത്രയിൽ അരിയൊക്കെ തരും. ഒരു അനക്കവും ഇല്ല. എന്താണ് ഏതാണെന്ന് പോലും വന്ന് തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ നമ്മൾ ഓരോരുത്തരെ വിളിച്ചാണ് ഓരോരുത്തർ. വിവേക് എൻ്റെ സ്വന്തമാണ്. ഇതാണ് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളതാണ്. കാരണം നമുക്കിതാ ഇവിടെ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുമെങ്കിൽ രാത്രിയാണ്, അതിൻ്റെ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഇത്രയധികം മണൽക്കൂന ഉണ്ടായിരുന്ന ഒരിടമാണ്. പക്ഷേ ഈ ഒറ്റ ദിവസം കൊണ്ടാണ് ഇത്രയധികം ഈ ശക്തമായ തിരമാലയിൽ ഈ മണ്ണൊന്നാകെ പോവുകയും ഈ തിരയെടുക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. അവിടെ ഒരു വീടുണ്ട്. ഇവർ പറയുന്നത് പ്രകാരം കഴിഞ്ഞ ഇതേ ദിവസം, അതായത് കഴിഞ്ഞ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ അവിടെയുള്ള വീടൊക്കെ തന്നെയും തിരയെടുക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അന്നൊക്കെ സർക്കാരിനോടും വേണ്ടപ്പെട്ടവരോടും കൃത്യമായൊരു നടപടി എടുക്കണമെന്നുള്ള ആവശ്യം പറഞ്ഞതാണ്. പക്ഷേ അന്നൊരു പ്രഖ്യാപനത്തിൽ ഒതുങ്ങി എന്നതിനപ്പുറം ഒന്നും തന്നെ പിന്നീട് സംവിധാനങ്ങളൊന്നും ഒരുക്കിയിട്ടില്ല എന്നുള്ളതാണ്. ചേച്ചി, വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് മാറുകയാണ്. നിങ്ങൾ പറയുന്നത് ഇത്തരമൊരു സംവിധാനം, അതായത് ജിയോ ബാഗ് പോലുള്ള സംവിധാനങ്ങൾ ഒരുക്കണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് നല്ല രീതിക്ക് ഞങ്ങൾ കടൽ എപ്പോഴും എല്ലാ വർഷവും കടൽ വരുന്നതാണ്. അപ്പോൾ ഞങ്ങൾക്ക് സുരക്ഷിതത്വം ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ തീരദേശവാസികൾ ഞങ്ങൾ കിടക്കുമ്പോൾ കടൽ ഏത് സമയമില്ല, കടൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പം നമുക്ക് പ്രക്ഷോഭം ഏത് സമയത്ത് വരുമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പം മഴയും നല്ല കനത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. മഴയും കാറ്റും എല്ലാം കൂടെ കനത്ത് നിൽക്കുമ്പോഴും നമുക്ക് പലതരത്തിലുള്ള ഡാമുകൾ തുറക്കുമ്പോഴെല്ലാം അത് കടലിൽ വന്ന് ചേരുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇത് അറബിക്കടലായതുകൊണ്ട് കൂടുതൽ ശക്തമായിട്ടാണ് നമുക്കിവിടെ കടൽക്ഷോഭം ഉണ്ടാകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിക്ക് കല്ലുകൾ അടുക്കി തന്ന് നല്ല രീതിക്ക് ഞങ്ങളെ സുരക്ഷിതരാക്കണം. അല്ലാതെ ഗവൺമെൻറ് വാഗ്ദാനങ്ങൾ മാത്രം ഞങ്ങൾക്ക് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് നല്ല രീതിക്ക് കല്ലുകൾ അടുക്കി തരണം. ക്ലേ മാത്രം അടുക്കിക്കൊണ്ട് ഒരു കാര്യവുമില്ല. ക്ലേ അടുക്കുമ്പോൾ അത് 2-3 ദിവസം കഴിയുമ്പോൾ ചാക്ക് അങ്ങ് പോകുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ട് അടുക്കിയ കല്ലാണ് ഇത്രയും ഇതിന് ഞങ്ങൾക്ക് ഇവിടെ കിടക്കുന്നത്. പക്ഷേ ഇതിലും കൂടുതൽ നല്ല രീതിക്ക് കല്ലുകൾ അടുക്കി ഞങ്ങളെല്ലാവരെയും സുരക്ഷിതമാക്കേണ്ടത് ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. അല്ലാതെ വോട്ട് മാത്രം ചോദിച്ചിട്ട് വരുന്ന ഒരു ഗവൺമെൻറ്റിനല്ല ഞങ്ങൾക്ക് ആവശ്യം. ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കേണ്ട ഒരു ഗവൺമെൻറ്റാണ് ഞങ്ങൾക്ക് ആവശ്യം. പക്ഷേ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഞങ്ങളുടെ ഒപ്പം നിൽക്കുന്നില്ല. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വന്നിട്ട് അവർ തിരിച്ചു പോകുന്നവരാണ്. പക്ഷേ ഞങ്ങളുടെ ഒപ്പം നിൽക്കേണ്ട ഒരു ഗവൺമെൻറ്, നമുക്കൊരു നഷ്ടം വരുമ്പോഴാണ് നമ്മുടെ ഒപ്പം ആൾക്കാർ വേണ്ടത്. നമ്മുടെ സന്തോഷത്തിന് മാത്രമല്ല. അവർ ചിരിക്കുമ്പോൾ നമ്മൾ കൂടെ ചിരിക്കും. നമ്മുടെ കൂടെ കരയാനായിട്ട് ആരും കാണത്തില്ല. പക്ഷേ കരയാനാണ് യഥാർത്ഥത്തിൽ ആൾ കൂടുതൽ വേണ്ടത്. അതാണ് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് ഇവർ നേരിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞതുപോലെ കല്ലടുക്കി വെച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമൊക്കെ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പറയുന്നത് ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടാകുമ്പോൾ അത് ഈ തിര ഇങ്ങോട്ട് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൃത്യമായ മെയിൻ്റനൻസ് ഒന്നും തന്നെ നടക്കുന്നില്ല. ഒപ്പം തന്നെ ഇത് പൂർണ്ണമായും ഈ നേരത്തെ കണ്ട പോലുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെയും ഇതേ രീതിയിൽ കല്ലടുക്കി വെക്കാനുള്ളൊരു ശ്രമം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ കൃത്യമായ ഒരു നടപടി, ശാശ്വതമായ ഒരു പരിഹാരം വേണമെന്നുള്ളതാണ്. കാരണം ഒരു തിര വലുതാകുമ്പോൾ അല്ലെങ്കിൽ കടൽക്ഷോഭം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ നെഞ്ച് ആളി വീട്ടിൽ കിടക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഈ തീരത്തെ ആളുകൾ ഉള്ളത് എന്നുള്ളതാണ്. നമുക്ക് തന്നെ കാണാൻ കഴിയും. ഏത് നേരവും വീട് തിരയെടുക്കുമോ എന്ന പേടിയിലാണ് ഇവിടെയുള്ള ആളുകൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ
ഇതിന് കൃത്യമായ ഒരു സംവിധാനം, കൃത്യമായി ശാശ്വതമായ ഒരു പരിഹാരം ഇവിടെ ഉണ്ടാകണമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ മാത്രമാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുകയെന്നുള്ളതാണ് തീരദേശവാസികൾ പറയുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മളുള്ളത് ശംഖുമുഖം കണ്ണാന്തുറ ഭാഗത്താണ്. അതിൻ്റെ മറ്റു ഭാഗങ്ങളിലൊക്കെ തന്നെയും സമാനമായ സ്ഥിതിയാണ്. വീടുകളൊക്കെ തന്നെയും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഏത് നിമിഷവും കൃത്യമായ മുന്നറിയിപ്പ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടടക്കം ഇവർ പറയുന്നുണ്ട്. ഏതായാലും വേണ്ടപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും കൃത്യമായ സംവിധാനം, ഒരു ഈ കടൽക്ഷോഭം ഉണ്ടാകുമ്പോഴോ കടലാക്രമണം ഉണ്ടാകുമ്പോഴല്ല, അതിനു മുന്നേ തന്നെ കൃത്യമായ സംവിധാനം ഒരുക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് തീരദേശത്തു നിന്നും ഇവർ പറയുകയും ചെയ്യുന്നത്.